നമസ്കാരം. ടോപ്പ് 10ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിൽ ചെമ്പാക്കിയ സ്വർണം കണ്ടെത്തുക നിർണായകമാണ്. വിജിലൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും നിലപാടുകൾ പാടെ പൊളിക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിനപ്പുറത്ത് കേസിൽ ഉൾപ്പെട്ട ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പങ്കുണ്ടെങ്കിൽ അത് ഗുരുതരവുമാണ്. വിശ്വാസം മറയാക്കി ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയവരും അവർക്ക് കൂട്ടുനിന്നവരും ആരായാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് വിശ്വാസി സമൂഹത്തിന്റെ ആവശ്യമാണ്. അതിന് സുതാര്യവും സത്യസന്ധവുമായ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം തിരികെ പിടിക്കണമെന്ന് സർക്കാരിനോട് ദേവസ്വം ബോർഡ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിന് സസ്പെൻഷൻ. കോടതിയെ വിശ്വസിക്കാത്തവരാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. നടന്നത് വലിയ കച്ചവടമെന്ന് VD സതീശൻ. വിശ്വാസ സംരക്ഷണ ജാഥയുമായി കോൺഗ്രസ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് കിട്ടിയെന്ന് താൻ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് MA ബേബി. വാർത്ത അച്ചടിച്ച മാധ്യമത്തിന് മനോരോഗമാണെന്ന് വിമർശനം. ക്ലിഫ് ഹൌസിന്റെ അഡ്രസ്സിൽ ED നോട്ടീസ് വന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് നാളെ തുടക്കം. യൂത്ത് കോൺഗ്രസിൽ പുതിയ സ്ഥാനങ്ങളെ ചൊല്ലി ഭിന്നത. അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. ദേശീയ സെക്രട്ടറി പദവി വേണ്ടെന്നും കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അബിൻ വർക്കി. ജാതി സമവാക്യങ്ങൾ നോക്കിയല്ല ഭാരവാഹി തെരഞ്ഞെടുപ്പെന്നും തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിപ്പ്. പാലക്കാട് കല്ലടിക്കോട് 2 പേർ വെടിയേറ്റ് മരിച്ചു. മരിച്ചത് സുഹൃത്തുക്കളായ നിധിനും ബിനുവും. നിധിനെ കൊലപ്പെടുത്തി ബിനു ജീവനൊടുക്കിയെന്ന നിഗമനം. പോത്തുണ്ടി സജിത കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരൻ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി മറ്റന്നാൾ. പ്രതികരിക്കാതെ ചെന്താമര. കടുത്ത ശിക്ഷ പ്രതീക്ഷിക്കുന്നുവെന്ന് സജിതയുടെ മക്കൾ. കണ്ണൂർ ചെമ്പത്തൊട്ടിൽ ഇടിമിന്നലേറ്റ് 2 മരണം. മരിച്ചത് അസം സ്വദേശികൾ. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഇടുക്കിയിൽ ശക്തമായ മഴ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമവായം. വിദ്യാർത്ഥിനിയെ പുറത്തു നിർത്തിയ സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പ്രശ്നം പരിഹരിച്ച ശേഷം എന്തിനാണ് ഇങ്ങനെയൊരു പ്രസ്താവനയെന്ന് സ്കൂൾ അധികൃതർ. ആറന്മുള വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നെന്ന് ക്ഷേത്രം തന്ത്രി. നിവേദിക്കുന്നതിന് മുൻപ് അഷ്ടമി രോഹിണി വള്ളസദ്യ മന്ത്രിക്ക് വിളമ്പി. പരിഹാരക്രിയ വേണമെന്ന് ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ കത്ത്. തെറ്റായ പ്രചാരണമെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ FB പോസ്റ്റ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 2ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് വിജയം. വിജയലക്ഷ്യമായ 121 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. KL രാഹുലിന് അർദ്ധ സെഞ്ചുറി. അർജന്റീന ഓസ്ട്രേലിയ ഫുട്ബോൾ പോരാട്ടം നവംബർ 17 കൊച്ചിയിൽ. ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിൽ അനിശ്ചിതത്വം. മരിച്ച ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നതിൽ ആശങ്ക. 2ാം ഘട്ട ചർച്ചകൾ തുടങ്ങിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ നടപടികളുമായി ദേവസ്വം ബോർഡ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. വിരമിച്ച പ്രതികൾക്ക് നോട്ടീസ് നൽകും. നഷ്ടപ്പെട്ട സ്വർണം എത്രയും വേഗം കണ്ടെത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് യോഗം ശേഷം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SIT സംഘം പരിശോധന നടത്തി. 99 മുതലുള്ള ഫയലുകളാണ് പരിശോധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായി നിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് പിന്നാലെ ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളിയാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പുപാളിയാണെന്ന് രേഖ ഉണ്ടാക്കിയതിനാണ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത്.
സ്വർണമെന്നറിയാമായിരുന്നിട്ടും ആ രേഖയിൽ ഒപ്പിട്ടതിനാണ് സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതിപട്ടികയിലുള്ളതിൽ ഇവർ രണ്ടുപേർ മാത്രമാണ് ഇപ്പോഴും സർവീസിലുള്ളത്. ബാക്കിയുള്ള പ്രതികൾ വിരമിച്ചവരാണ്. വിരമിച്ചവർക്ക് 10 ദിവസത്തിനകം വിശദീകരണം അറിയിക്കാൻ നോട്ടീസ് നൽകും. കളവ് പോയ മുഴുവൻ സ്വർണവും എത്രയും വേഗം കണ്ടെത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബോർഡ് യോഗത്തിന് ശേഷം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഒരു തരി പൊന്നായാലും സ്വത്തായാലും നഷ്ടപ്പെട്ടത് വേദനാജനകമാണ്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം, തിരിച്ചു പിടിക്കണം. മാത്രമല്ല കുറ്റവാളികൾക്കെതിരെ പരമാവധി ശിക്ഷ നൽകണം, അത് ആരായാലും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും ഒക്കെ നിലപാട്. SIT സംഘം ബോർഡ് യോഗം നടക്കുന്നതിനിടെ ദേവസ്വം ആസ്ഥാനത്ത് പരിശോധന നടത്തി. 99 മുതലുള്ള ഫയലുകളാണ് പരിശോധിച്ചത്. നിർണായക രേഖകൾ അടങ്ങിയ പല ഫയലും കണ്ടെത്താനായില്ല എന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള നീക്കവും SIT വേഗത്തിൽ നടത്തുന്നുണ്ട്. കസ്റ്റഡിയിലെടുക്കുവാൻ വൈകുന്തോറും ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചന നടത്തി അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമെന്ന സംശയവും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് സ്വർണ്ണ കവർച്ചയ്ക്കപ്പുറം നടന്നത് വലിയ കച്ചവടമെന്ന് VD സതീശൻ. തട്ടിപ്പിന് കൂട്ടുനിന്നത് സർക്കാരും ദേവസ്വവുമാണെന്നും ഹൈക്കോടതിക്ക് തട്ടിപ്പ് മനസ്സിലായെന്നും VD സതീശൻ പറഞ്ഞു. പോറ്റി കുടുങ്ങിയാൽ എല്ലാവരും കുടുങ്ങും. ഒറിജിനൽ ദ്വാരപാലക പാളികൾ വിറ്റെന്നും VD സതീശൻ ആരോപിച്ചു. കാസർഗോഡ് വിശ്വാസ സംരക്ഷണ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2025 വീണ്ടും ഇത് പോറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ വാസവ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ കളവ് നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണ വിധേയനായ അയാൾക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ തീരുമാനിക്കുക. പക്ഷെ ഞാൻ പേടിച്ചുപോയി. കാരണം ദ്വാരപാലക വിഗ്രഹം പോയി, മറ്റേ കഥകിന്റെ സാധനം പോയി, സ്വർണം കട്ട്ലേറെ സ്വർണം പോയി. ഈ പ്രാവശ്യം പോറ്റി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അയ്യപ്പന്റെ തങ്ക വിഗ്രഹം ഉറപ്പായിട്ട് പോകും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കാഞ്ഞങ്ങാട് നിന്ന് തുടക്കമായി. അമ്പലം വിഴുങ്ങികൾക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധമാണ് KPCCയുടെ യാത്രയെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ഉദ്ഘാടനം നിർവഹിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായതിൽ നിന്നുണ്ടായ വിഭ്രാന്തിയാണ് സർക്കാരിന്റെ അയ്യപ്പ സംഗമവും കോൺക്ലേവുകൾ അടക്കമുള്ള പരിപാടികളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അയ്യപ്പ സംഗമം നടത്തിയ ഉടൻ അയ്യപ്പൻ മറുപടി നൽകി. തിരഞ്ഞെടുപ്പ് അടുത്തു വരികെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ പെട്ടെന്നാണ് അയ്യപ്പ ഭക്തി ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴാണ് അയ്യപ്പ സംഗമം നടത്തണം. അപ്പോഴാണ് പിണറായി വിജയൻ പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി. മറ്റെന്തൊക്കെയാണ് പറഞ്ഞത്? ഇത് പണ്ട് യുവതീ പ്രവേശനത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? നവോത്ഥാനം, സാമൂഹ്യ മാറ്റം, വൻമതിൽ അല്ലെ, സ്ത്രീകളുടെ വൻമതിൽ കെട്ടുക, നവോത്ഥാന പ്രസ്ഥാനത്തോടൊക്കെ ആകാശം ഇടിഞ്ഞു വീണാലും ഇതിൽ നിന്നൊന്നും മാറ്റമില്ല എന്നെല്ലാം പറഞ്ഞു പോയാൽ 10ാമത്തെ വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി വരിക. പെട്ടെന്ന് അയ്യപ്പ ഭക്തി ഉണ്ടാവുകയാണ്. ആ അയ്യപ്പ ഭക്തിയുടെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പറയാം. പെട്ടെന്നാണ്. എന്നിട്ട് അവിടെ പോയിട്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്തൊരു പ്രസംഗമായിരുന്നു! തത്വമസി. ഞാൻ ഗവൺമെന്റ് കൊണ്ടുപോയി. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും വിശ്വാസ സംരക്ഷണ യാത്ര ഉദ്ഘാടനം നിർവഹിച്ച് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ദേവന്റെ സ്വത്ത് കട്ടവർ ആരായാലും അനുഭവിച്ചേ മതിയാകൂ എന്ന് വിശ്വാസ സംരക്ഷണ യാത്രയുടെ നായകൻ K മുരളീധരൻ പറഞ്ഞു. ദേവന്റെ സ്വത്ത് കട്ടോ അവൻ അനുഭവിച്ചേ തീരും. അത് വാസവനാണെങ്കിലും പിണറായി ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും അത് അനുഭവിക്കണം. അതുകൊണ്ട് വാസവൻ രാജിവെക്കണം. പ്രശാന്തിനെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, T സിദ്ദിഖ് MLA തുടങ്ങിയ നേതാക്കൾ കാഞ്ഞങ്ങാട് നിന്ന് പ്രയാണം തുടങ്ങിയ വിശ്വാസ സംരക്ഷണ യാത്രയിൽ അണിനിരന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. ശബരിമലയിലെ മുഴുവൻ ക്രമക്കേടും പുറത്തു വരണമെന്ന് UDF ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ശിവകുമാർ ദേവസ്വം മന്ത്രിയായ കാലത്തും പലതും നടന്നില്ലേ? കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലേ സത്യം കണ്ടെത്താനാകൂവെന്നും MT രമേശ് മലപ്പുറത്ത് പറഞ്ഞു.
യാതൊരു പ്രസക്തിയുമില്ല. കാരണം BJP ആണല്ലോ സമരമുഖത്തുള്ള സംഘടന. UDF ആകെ ഒരു ജാഥ നയിക്കുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി BJP ആണ്. BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് ചെയ്തിരുന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായി UDFന്റെ തിരുവനന്തപുരം മേഖലാ ജാഥ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് MP ആണ് ജാഥ നയിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള 4 ജാഥകളും ചെങ്ങന്നൂരിൽ സംഗമിച്ച ശേഷം 18-ാം തീയതി പന്തളത്ത് സമാപിക്കും. ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകൾ ദേവസ്വം ബോർഡ് ഭരിച്ചാലുണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കാണിക്ക എന്ന് പറയുന്ന ഭക്തന്റെ ഹൃദയത്തിലുള്ള ഭഗവാനുള്ള അർച്ചനയാണ്. ആ കാണിക്കയായിരുന്ന പണം പോലും അടിച്ചു മാറ്റാൻ മടിയില്ലാത്തൊരു കൂട്ടരാണെന്ന് ദേവസ്വം ബോർഡുകൾ ഭരിച്ചു. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇതെല്ലാം അടിച്ചു മാറ്റാൻ കഴിയുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഈ സ്വത്തുക്കളൊന്നും അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. പോറ്റി 1-ാം പ്രതിയാണെന്ന്. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചു എന്ന വാർത്തയുടെ കാര്യത്തിൽ തന്റെ പ്രസ്താവനയിലെ ഉള്ളടക്കത്തിൽ ആശയക്കുഴപ്പമില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ED BJPയുടെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റാണ്. എല്ലാം മുഖ്യമന്ത്രി വിശദീകരിച്ചതോടെ വ്യക്തത വന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെയും നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. EDയും EDയെ സഹായിക്കുന്ന പത്രങ്ങളും പടച്ചുവിട്ട വാർത്ത അസംബന്ധമെന്നും MA ബേബി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ ED നോട്ടീസ് വന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ED നോട്ടീസിൽ തുടർ നടപടികൾ ഇല്ലാത്തത് സംശയങ്ങൾക്കിടയാക്കുകയാണ്. ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ നിർത്തിവെച്ചതെന്ന് EDയും വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. EDയാണ് വ്യക്തമാക്കേണ്ടത്. ED ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത്? ഏത് സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? എവിടെ വെച്ചാണ് ഈ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്? ഏത് സ്റ്റെപ്പിലാണ്? ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് EDക്ക് നിർദ്ദേശം വന്നു, ഇനി അതുമായി പ്രൊസീഡ് ചെയ്യണ്ട എന്നാണ് ഇൻഫോർമലായി അറിഞ്ഞത്. ED മുഖ്യമന്ത്രിയുടെ മകനയച്ച സമൻസ് എങ്ങനെയാണ് ആവിയായി പോയതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. സമൻസ് അയച്ചത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ മുഖ്യമന്ത്രിയുടെ മകന് മുന്നിൽ ED നിശബ്ദമാണ്. ഇതിനെക്കുറിച്ച് അറിയുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് നല്ല വിശ്വാസമുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ED സമൻസ് അയച്ചു എന്നുള്ള യാഥാർത്ഥ്യം. അത് ഏത് വിഷയത്തിനാണ്? ലാവലിൻ വിഷയത്തിലാണോ അതോ ലൈഫിൻ്റെ ആണോ? അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി മകനെക്കുറിച്ച് കുറേ പുകഴ്ത്തി പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹമാണല്ലോ നല്ല പറയേണ്ടത്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, എന്തിനാണ് ED നോട്ടീസ് അയച്ചത്? അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നല്ല മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതെന്ന് മാത്യു കുഴൽനാടൻ MLA. മകന് നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ടക്കേസ് കൊടുക്കണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണം മകൻ അറിയില്ല എന്ന വിചിത്രമായ മറുപടിയല്ല കേരളത്തിന് അറിയേണ്ടതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മക്കളെ പ്രതി അഭിമാനം മാത്രമേ ഉള്ളൂ. മക്കളാരും അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ നടന്നിട്ടില്ല. മക്കൾ തെറ്റായിട്ടുള്ളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് കേരളത്തിന് മുമ്പിൽ അങ്ങയുടെ മക്കളെക്കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഒരു മകനെക്കുറിച്ച് ഈ നിലയിലൊരു മാധ്യമ സ്ഥാപനം, അതിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെടുകയും മകൻ്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയത് ലാവലിൻ കമ്പനിയാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങ് ഇതുപോലെ വന്ന് മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആളല്ല അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് നാളെ തുടക്കമാകും. ബഹ്റൈൻ, ഒമാൻ ഉൾപ്പെടെ 5 രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുക. ഡിസംബർ 1 വരെ നീണ്ടുനിൽക്കുന്ന പര്യടന പരിപാടികളിൽ ഇടവേളകളിൽ മുഖ്യമന്ത്രി നാട്ടിൽ തിരികെ എത്തും. സൗദിയിലേക്കുള്ള യാത്രയ്ക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല.
ബഹ്റിനിൽ 16-ാം തീയതി നടക്കുന്ന വിദേശ മലയാളി സംഗമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിലെ ആദ്യ പരിപാടി. ബഹ്റിൻ കൂടാതെ ഒമാൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കും. മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഡിസംബർ 1 വരെ നീളും. മന്ത്രി സജി ചെറിയാൻ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവർക്കാണ് മുഖ്യമന്ത്രിയെ കൂടാതെ യാത്രയ്ക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത്. അതേസമയം മുഖ്യമന്ത്രിയുടെ സൗദി സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചു. ബഹ്റിനിൽ നിന്നും തിരികെ കേരളത്തിലെത്തുന്ന മുഖ്യമന്ത്രി 22-ന് വീണ്ടും മസ്കറ്റിലെത്തും. 24-ന് മസ്കറ്റിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 25-ന് സലാലയിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത പരിപാടി. ഇവിടെ നിന്ന് 26-ന് കൊച്ചിയിൽ തിരികെ എത്തും. 28-ന് രാത്രി വീണ്ടും ഖത്തറിലേക്ക് പോകും. 30-ാം തീയതി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും. തുടർന്ന് നവംബർ 5-നാണ് കുവൈറ്റിലെ പരിപാടി. ഇവിടെ നിന്ന് അബുദാബിയിലെത്തുന്ന മുഖ്യമന്ത്രി 5 ദിവസം അബുദാബിയിൽ തങ്ങും. മകൻ വിവേക് കിരൺ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. ED സമൻസ് വിഷയമടക്കം നിലനിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി മകന്റെ അടുത്തേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയ അബിൻ വർക്കി ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് സൂചന നൽകിയ അബിൻ കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന് പാർട്ടിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ KPCC പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും അബിന്റെ ആവശ്യം തള്ളി. തനിക്ക് മേൽവിലാസമുണ്ടാക്കി തന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, അതിന് കളങ്കമുണ്ടാക്കുന്നതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം. അച്ചടക്കത്തിന്റെ പരിധി വിടാതെ തന്നെ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിനുള്ള അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചു. പിണറായി വിജയനെതിരെ പോരാടാനാണ് താൽപ്പര്യമെന്നും കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്നുമായിരുന്നു അബിൻ വർക്കിയുടെ ആവശ്യം. മതേതരത്വം മുറുകെ പിടിക്കുന്നവരാണ് എല്ലാവരും. താൻ ക്രിസ്ത്യാനിയായതാണോ പ്രശ്നമെന്നറിയില്ലെന്നും പാർട്ടി അങ്ങനെ കാണുന്നുണ്ടോ എന്നറിയില്ലെന്നും അബിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത്. ഞാൻ ഏറ്റവും അടിയുറച്ച, ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. എന്നാൽ KPCC പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്ന അബിന്റെ ആവശ്യം തള്ളി. ദേശീയ സെക്രട്ടറി ആയാലും കേരളത്തിൽ മുഴുവൻ പ്രവർത്തിക്കാമെന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം. മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരനും സമാനമായ രീതിയിൽ പ്രതികരിച്ചു. കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സവുമില്ല. നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ കൂടെ താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം കേരളത്തിലും പ്രയോജനപ്പെടുത്തും, എന്നാൽ ദേശീയ തലത്തിലും പ്രയോജനപ്പെടുത്തും. അബിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട OJ ജനീഷുമായി സഹകരിക്കാനുള്ള സാധ്യതയും കുറവാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. പാലക്കാട് 2 യുവാക്കൾ വെടിയേറ്റ് മരിച്ച നിലയിൽ മരുതങ്കാട് സ്വദേശി ബിനു, നിതിൻ എന്നിവരാണ് മരിച്ചത്. മരുതങ്കാട് സർക്കാർ സ്കൂളിന് സമീപത്തെ വഴിയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും നാടൻ തോക്കും കണ്ടെത്തി. നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചതാകാമെന്നാണ് സൂചന. കല്ലടിക്കോട് പോലീസ് അന്വേഷണം തുടങ്ങി. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. ചെന്താമരയ്ക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു. 2019 ഓഗസ്റ്റ് 31-നാണ് അയൽവാസിയായിരുന്ന സജിതയെ ചെന്താമര എന്ന ചെന്താമരാക്ഷൻ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണക്കാരി എന്ന് സംശയിച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. കുടുംബ പ്രശ്നം മൂലം ചെന്താമരയുടെ ഭാര്യയും മകളും അകന്നു കഴിയുകയായിരുന്നു. സജിതയും കുടുംബവും ദുർമന്ത്രവാദം നടത്തിയതിന്റെ ഫലമായാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നായിരുന്നു ഇയാൾ വിശ്വസിച്ചിരുന്നത്. തുടർന്ന് പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ചെന്താമരയെ 2 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് പിടികൂടിയത്. ഈ കേസിൽ പിന്നീട് ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് കേരളത്തെ ഞെട്ടിച്ചിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ ചെന്താമര റിമാൻഡിലാണ്. സജിത കൊലക്കേസിൽ 6 വർഷങ്ങൾക്ക് ശേഷമാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നത്. സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഭാര്യയടക്കം 50 സാക്ഷികളുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. കേസിൽ 68 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാറാണ് ഹാജരായത്. കൊലപാതകത്തിന് പുറമെ തെളിവ് നശിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി കോടതി വിധിച്ചു. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചെന്താമരയോട് കോടതി ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്നായിരുന്നു ചെന്താമരയുടെ മറുപടി.
യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയുള്ള കോടതി വിധി ചെന്താമര കേട്ടുനിന്നത്. രാവിലെ കോടതിയിലെത്തിച്ചപ്പോഴും വിധിക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ചെന്താമര ഒന്നും പ്രതികരിച്ചില്ല. വിധി കേൾക്കാൻ സജിതയുടെ മക്കളായ അതുല്യയും അഖിലയും കോടതിയിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്ത് കനത്ത മഴയും ഇടിമിന്നലും. കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ മഴ കനത്തതോടെ 8 ജില്ലകളിലാണ് കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. 5 ദിവസം കൂടി മഴ തുടരും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ലക്ഷദ്വീപ് തീരത്ത് നാളെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ 2 പേർ മിന്നലേറ്റ് മരിച്ചു. അസം സ്വദേശികളായ ക്വാറി തൊഴിലാളികളാണ് മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 2 പേർക്ക് മിന്നലേറ്റു. ഏക്കപ്പറമ്പിൽ കെട്ടിട നിർമ്മാണത്തിനിടെ കിഴിശ്ശേരി സ്വദേശികൾക്കാണ് മിന്നലേറ്റത്. പരിക്കേറ്റവരെ കൊണ്ടോട്ടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഴ നനയാതിരിക്കാൻ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ കയറി നിന്ന വയോധികൻ ഷോക്കേറ്റ് മരിച്ചു. പത്തനംതിട്ട ഏനാദിമംഗലം പെരുന്തോയിക്കലിൽ 74-കാരൻ ശശിധരൻ ഉണ്ണിത്താനാണ് മരിച്ചത്. മൃതദേഹം ഇരുമ്പ് തൂണിൽ നിന്ന് വേർപ്പെടുത്തിയത് 3/4 മണിക്കൂറിന് ശേഷമാണ്. ഭാര്യയുടെ കൺമുമ്പിൽ വെച്ചാണ് ഷോക്കേറ്റ് മരിച്ചത്. രക്ഷിക്കാൻ ശ്രമിക്കവേ ഭാര്യയ്ക്ക് ഷോക്കേറ്റെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമവായം. ജനപ്രതിനിധികളും വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും തമ്മിലുള്ള ചർച്ചയിലാണ് പ്രശ്നം ഒത്തുതീർന്നത്. ഹിജാബ് വിവാദത്തെ തുടർന്ന് മതസ്പർദ്ധയുണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. യൂണിഫോമിന് വിരുദ്ധമായി ഒരു വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചു വന്നത് സ്കൂൾ മാനേജ്മെന്റ് വിലക്കിയതാണ് വിവാദമായത്. സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചു വന്നത് വഴി യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച സ്കൂളിന്റെ ബൈലോ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ മാനേജ്മെന്റ് വിലക്കിയതാണ് വിവാദമായത്. തുടർന്ന് സ്കൂൾ അധികൃതർ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് മാതാപിതാക്കൾ രംഗത്തെത്തി. ഹിജാബ് ധരിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സ്കൂൾ അടച്ചിട്ടിരുന്നു. തുടർന്ന് വിഷയത്തിൽ MP ഹൈബി ഈഡനും സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് വിഷയം രമ്യമായി പരിഹരിച്ചത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ ഇൻസിഡൻസ്, ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി പല വർഗീയ ശക്തികളും ഇപ്പോൾ ഈ വിഷയം ഞങ്ങൾ ഈ സിസ്റ്റേഴ്സായിട്ട് സംസാരിച്ചു. ഇവിടെ എല്ലാ വിഭാഗം ആളുകളും പഠിക്കുന്നുണ്ട്. അവരുടെ വലിയ പിന്തുണയോടുകൂടി ഈ സ്ഥാപനങ്ങൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് വർഗീയ സംഘർഷത്തിന് വിധേയമാകുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിയമാവലി അനുസരിച്ച് കുട്ടി സ്കൂളിലെത്തുമെന്നും ഇതൊരു വർഗീയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിദ്യാർത്ഥിനിയുടെ പിതാവ് പറഞ്ഞു. ഫോം അംഗീകരിക്കാനായിട്ട് ഇപ്പൊ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അത് സമൂഹത്തിന്റെ ഒരു ആവശ്യകതയായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ ഇവിടുത്തെ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് ആ തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരും എൻ്റെ കുട്ടീനെ. ഇത് നാളെ ഒരിക്കലും ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകരുതെന്നുള്ള ഒരൊറ്റ ഇത്. യൂണിഫോമിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സ്കൂൾ അധികൃതരും PTA വ്യക്തമാക്കിയിരുന്നു. വിവാദത്തെ തുടർന്ന് സ്കൂളിന് പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഹിജാബ് വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തുവെന്ന് മന്ത്രി. റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുവെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു.
രമ്യതയിൽ പരിഹരിച്ച വിഷയം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഊതിക്കത്തിക്കുന്നുവെന്ന് പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂൾ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു. ഹിജാബ് വിഷയത്തിൽ മതാചാര സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. സ്കൂളിന് ചില മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ അനുസരിക്കാമെന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുത്തതാണ്. കുട്ടിയുടെ പിതാവ് സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് മുൻപോട്ട് പോകാമെന്ന് അറിയിച്ചതുമാണ്. പിന്നെയും എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം ഒരു നിലപാട് എടുത്തതെന്നും അറിയില്ലെന്നും അഭിഭാഷക പറഞ്ഞു. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നുവെന്നും മന്ത്രി കോടതി ഉത്തരവിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്നും അഭിഭാഷക പറഞ്ഞു. ഈ കുട്ടിയുടെ പിതാവ് തന്നെ പത്രസമ്മേളനം നടത്തി ഈ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ തയ്യാറാണെന്നും സ്കൂൾ മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഗ്രാൻറ്റ് ചെയ്തതാണ്. മാത്രമല്ല 2018 കേരള ഹൈക്കോടതിയുടെ വിധി പറയുന്നത് സ്കൂളിൻ്റെ ലാർജർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മൈനർ ഇൻട്രസ്റ്റുകളേക്കാൾ ലാർജർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ദേവന് നേദിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് നൽകിയ സംഭവത്തിൽ ആചാരലംഘനം നടന്നെന്ന് ക്ഷേത്രം തന്ത്രി. തെറ്റ് സംഭവിച്ചതിനാൽ പരസ്യമായി പരിഹാരക്രിയ ചെയ്യണമെന്നും ഇത്തരം അബദ്ധം ഇനി ഉണ്ടാവില്ലെന്ന് സത്യം ചെയ്യണമെന്നും തന്ത്രിയുടെ നിർദ്ദേശം. സെപ്റ്റംബർ 14 നടന്ന ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നു എന്ന് അന്ന് തന്നെ ആരോപണമുയർന്നിരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനടക്കം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ ദേവന് നേദിക്കും മുൻപ് സദ്യ കഴിച്ചു എന്നായിരുന്നു ആരോപണം. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത്. ആചാരലംഘനം നടന്നെന്നും പരിഹാരക്രിയയായി അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണ ചുമതലയിലുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ പരസ്യമായി ദേവന് മുന്നിൽ ഉരുളി വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഒപ്പം 11 പറ അരിയുടെ സദ്യ വയ്ക്കണമെന്നും തിടപ്പള്ളിയിൽ 1 പറ അരിയുടെ നേദ്യവും 4 കറിയും ഉണ്ടാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം. ഇനി ഇത്തരമൊരു അബദ്ധം ഉണ്ടാവില്ലെന്നും വരും കാലങ്ങളിൽ വിധിപരമായി സദ്യ നടത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്യണമെന്നും തന്ത്രി നിർദ്ദേശിക്കുന്നു. ആരോപണങ്ങൾക്ക് പിന്നാലെ വീഴ്ച ഉണ്ടായില്ല എന്നാണ് പള്ളിയോട സേവാ സംഘവും ദേവസ്വം അധികൃതരും അന്ന് പ്രതികരിച്ചത്. എന്നാൽ ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് തന്ത്രിയുടേതായതിനാൽ പ്രായശ്ചിത്തം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും ദേവസ്വം ബോർഡിനും പള്ളിയോട സേവാ സംഘത്തിനും സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആറന്മുള ക്ഷേത്രത്തിലെ ആചാരലംഘന വിവാദത്തിൽ വിശദീകരണവുമായി CPM. ഭഗവാനെ നേദിക്കുന്നതിന് മുമ്പ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നത് തെറ്റായ പ്രചാരണം. ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന് ഓർക്കണമെന്നും CPM പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലാണ് വിശദീകരണക്കുറിപ്പ് ഇറക്കിയത്. അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടം നവംബർ 17 കൊച്ചിയിൽ നടക്കും. മത്സരത്തലേന്ന് ആരാധകർക്ക് മെസ്സിയെ കാണാൻ അവസരമുണ്ടാകും. സംഗീത സംവിധായകൻ AR റഹ്മാൻ മ്യൂസിക് ഷോയും ഹനുമാൻ കൈൻഡിന്റെ സംഗീത പരിപാടിയും നവംബർ 16 നടക്കും. അർജന്റീന ഓസ്ട്രേലിയ ടീമുകളുടെ സൂപ്പർ പോരാട്ടം നവംബർ 17 കൊച്ചിയിൽ നടക്കും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തീയതി സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചു. മത്സരത്തിന്റെ തലേദിവസം മെസ്സിയും സംഘവും പരിശീലനം നടത്തുന്നത് കാണാൻ ആരാധകർക്ക് അവസരമൊരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അതേ ദിവസം തന്നെ സംഗീത സംവിധായകൻ AR റഹ്മാന്റെ മ്യൂസിക് ഷോയും ഹനുമാൻ കൈൻഡിന്റെ സംഗീത പരിപാടിയും നടക്കും. അർജന്റീന ടീമിന്റെ വരവിനായി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അതിവേഗം നിർമ്മാണം പുരോഗമിക്കുകയാണ്. 70 കോടി ചെലവിട്ടാണ് സ്റ്റേഡിയം പുതുക്കി പണിയുന്നത്. ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുനർനിർമ്മാണം. 30 ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും. അതേസമയം അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടം കാണാനുള്ള ടിക്കറ്റ് നിരക്കുകൾ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. ഈ മാസം 18 19 ടിക്കറ്റ് വിൽപ്പന തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കൊച്ചി. ഡൽഹി ടെസ്റ്റിലും വിജയിച്ചതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ ജയവുമായി ഇന്ത്യ. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ജയം 7 വിക്കറ്റിന്. വിൻഡീസ് ഉയർത്തിയ 121 റൺസ് വിജയലക്ഷ്യം 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ഈ ജയത്തോടെ ഒരു ടീമിനെതിരായ തുടർച്ചയായ പരമ്പര ജയങ്ങളിൽ ദക്ഷിണാഫ്രിക്കയുടെ ലോക റെക്കോർഡിനൊപ്പമെത്തി ഇന്ത്യ.
2002 മുതൽ 25 വരെ വിൻഡീസിനെതിരെ കളിച്ച 10 ടെസ്റ്റ് പരമ്പരകളും ജയിച്ചാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ ലോക റെക്കോർഡിനൊപ്പം എത്തിയത്. There it is. Game, set, match and series for India. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത്. ഡൽഹി ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാൾ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറി മികവിൽ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 518 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. മറുപടി ബാറ്റിംഗിൽ വിൻഡീസിന്റെ ആദ്യ ഇന്നിംഗ്സ് 248 റൺസിന് അവസാനിച്ചു. ഇതോടെ സന്ദർശകരെ ഫോളോ ഓൺ അയച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ജോൺ ക്യാമ്പൽ, ഷായ് ഹോപ്പ് എന്നിവരുടെ ഇന്നിംഗ്സുകൾ വിൻഡീസിന് 390 എന്ന ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചു. 121 റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 4-ാം ദിവസം കളി നിർത്തുമ്പോൾ 1-63 എന്ന നിലയിലായിരുന്നു. 5-ാം ദിനം കളി ആരംഭിച്ച ഇന്ത്യക്ക് ജയം അനായാസമായി. ഓപ്പണർ KL രാഹുൽ അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്നു. അഹമ്മദാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സിനും 140 റൺസിനുമാണ് വിജയിച്ചത്. ടെസ്റ്റ് പരമ്പരയിലെ താരമായി രവീന്ദ്ര ജഡേജ. ഒരേ ടീമിനെതിരെ തുടർച്ചയായ 10 ടെസ്റ്റ് പരമ്പര വിജയമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ലോക റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. രണ്ടാം ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ഇന്ത്യക്കെതിരെ ലീഡെടുത്തതൊഴിച്ചാൽ ഈ പരമ്പരയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ വെസ്റ്റ് ഇൻഡീസിനായില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV.